യൂഷ്വലി നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലായാലും വലിയവരും ചെറിയവരും ചെറിയ കുട്ടികളും ഒരേ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആഡിലും എല്ലാം കാണാം കുട്ടികൾക്കായിട്ടുള്ള പുതിയ പേസ്റ്റ് ഇപ്പോൾ വന്നൊരു ട്രെൻഡാണ്. പണ്ടൊന്നും നമ്മുടെ ചെറുതിലൊന്നും അങ്ങനെ വലിയവർക്ക് വേറെ പേസ്റ്റ് കുട്ടികൾക്ക് വേറെ പേസ്റ്റ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് ഇതിന് പറയാനുള്ളത്? എല്ലാ വീടുകളിലും അങ്ങനെയാണ് സാധാരണ കാണാറ്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ രീതിയല്ല. കുട്ടികൾക്കും വലിയവർക്കും തീർച്ചയായിട്ടും വേറെ വേറെ പേസ്റ്റ് തന്നെയാണ്. ആക്ച്വലി അതൊരു ബിസിനസ് ട്രെൻഡ് അല്ല അല്ലേ? കുട്ടികൾക്ക് വേറെ പേസ്റ്റ് വേണം തന്നെയാണ്. അതെ അതെ. ഓക്കെ. നമ്മള് പേസ്റ്റിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ടൂത്തിന്റെ ഹാർഡ് സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഫ്ലൂറൈഡ്. അപ്പൊ ആ ഫ്ലൂറൈഡ് കണ്ടന്റ് നമ്മൾ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അളവ് കുട്ടികളിലും വലിയവരെ പേസ്റ്റിലും നല്ല മാറ്റമുണ്ട്. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു എലമെന്റ് ആണ്. അപ്പൊ കുട്ടികൾ ഇത് ആക്ച്വലി സ്പിറ്റ് ഔട്ട് ചെയ്യില്ല അല്ലേ? തുപ്പാൻ അറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാല് ചെറിയ കുട്ടികളെ നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോൾ എപ്പോഴും അഡൽട്ട് സൂപ്പർവിഷനിൽ തന്നെ വേണം ചെയ്യാൻ. അതുപോലെ കുട്ടികൾ സ്പിറ്റ് ചെയ്യാനും ഒറ്റക്ക് വായ ഗാർഗിൾ ചെയ്യാനൊക്കെ പഠിക്കുന്നത് വരെ നമ്മൾ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം, അതായത് ഒരു അരിമണി സൈസിൽ മാത്രം. ഇതൊന്ന് കറക്റ്റായി പറയോ എന്ന് വെച്ചാൽ നമ്മൾ ആഡ്സിൽ കാണുമ്പോൾ ഇപ്പൊ പെപ്സുഡന്റിന്റെ ഒക്കെ ആഡിലാണെങ്കിൽ നമ്മുടെ ബ്രഷിന്റെ അറ്റം മുതലേ തേക്കണ കാണാറുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ പേസ്റ്റിന്റെ ബാക്ക് സൈഡിൽ പീനട്ട് പോർഷൻ ഡോക്ടർ ഒന്ന് ക്ലിയർ ആക്കി പറയോ? ഈ ഒരു ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ ppm, അതായത് പാർട്സ് പെർ മില്യൺ. അതിന്റെ അളവാണ് നമ്മൾ പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. പേസ്റ്റിന്റെ കാർട്ടൂണിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. ഒരു അഡൾട്ട് യൂസ് ചെയ്യുന്ന പേസ്റ്റിൽ 1000 ppm ആണ് അത് അടങ്ങിയിട്ടുണ്ടാവുക. കിഡ്സിന്റെ വരുമ്പോ അതൊരു 500 ppm ഓർ ബിലോ 500 ppm ആണ് വരിക. അപ്പം ആ ഒരു മാറ്റം. അഡൾട്ട് എത്ര എമൗണ്ട് യൂസ് ചെയ്യണം? ഒരു പീനട്ട് സൈസിലേ നമുക്ക് ആവശ്യമുള്ളൂ. കിഡ്സിനാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഒരു അരിമണിയുടെ സൈസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത്രയും യൂസ് ചെയ്താൽ മതി. ഇത് നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ഒരു പുതിയ അറിവാണ്. പേസ്റ്റ് ഇത്ര കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളത് പേസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്ക് സൈഡും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം അത് വാങ്ങിക്കാൻ. ഓക്കെ, പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു ഫ്ലൂറൈഡിന്റെ എമൗണ്ട് ഒക്കെ ഡോക്ടർ പറഞ്ഞില്ലേ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആയുർവേദിക് പേസ്റ്റുകൾ ഇപ്പോൾ ധാരാളം ഇറങ്ങുന്നുണ്ടല്ലോ, ആയുർവേദിക് കണ്ടന്റ്സ് എല്ലാം എൻഹാൻസ് ചെയ്തിട്ട്. ഇതാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഏറ്റവും കുറച്ചും കൂടി നല്ലത്? ആയുർവേദിക്കിലേക്ക് നമ്മൾ പോകണം എന്നാണോ ഡോക്ടർ പറയുന്നത്? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ പോയിന്റ് തന്നെ ഈ ഫ്ലൂറൈഡിന്റെ അളവ് ഈ ആയുർവേദിക് പേസ്റ്റുകളിൽ പലതിലും കാണാറില്ല. ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ചില പേസ്റ്റുകളിലൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ഓൾമോസ്റ്റ് ഓൾ ആയുർവേദിക് പേസ്റ്റിലും ഇത് ആബ്സെന്റ് ആണ് ഫ്ലൂറൈഡ് കണ്ടന്റ്. അതുപോലെ നമ്മളിപ്പോ ഒരു തൈലം തേക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു മിന്റൊക്കെ അടങ്ങിയ എന്തെങ്കിലും തൈലൊക്കെ തേക്കുമ്പോൾ നമുക്ക് സൂപ്പർഫിഷ്യലായിട്ട് കിട്ടുന്ന ഒരു സൂത്തിങ് എഫക്റ്റ് ഇല്ലേ, അത്രേ ഉള്ളൂ ഈ ആയുർവേദിക് പേസ്റ്റുകളിലൊക്കെ. ആക്ച്വൽ ഫ്ലൂറൈഡ് ബെനിഫിറ്റ് ആയുർവേദിക് പേസ്റ്റിന് ഇല്ല. അതുപോലെ ഇപ്പൊ കാണിക്കുന്ന ഒരു പേസ്റ്റ് കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ജെൽ ടൈപ്പ് പേസ്റ്റുകൾ കാണാറുണ്ട്. കാണുമ്പോൾ അതിനോട് എന്താണ് ഡോക്ടറുടെ റിയാക്ഷൻ? ജെൽ പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ക്ലിനിക്കിൽ പേഷ്യൻസ് വരുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ജെൽ പേസ്റ്റുകൾ ഒഴിവാക്കാനാ പറയാ. ജെല്ലെന്ന് പറയുമ്പോൾ അതിൽ മറ്റേ ക്ലിയർ ക്രിസ്റ്റൽസ് ആണ്, സിലിക്ക പോലുള്ള. അത് കുറച്ചും കൂടെ അബ്രസീവ്സ് ആണ്, കൂടുതലാണ്. നമ്മളെ ടൂത്തിന്റെ ഇനാമലിനൊക്കെ അത് കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും, എറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ജെൽ പേസ്റ്റ് നമ്മൾ ആഡിൽ പലപ്പോഴും കാണുന്നില്ലേ ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത പേസ്റ്റ് എന്ന് പറഞ്ഞ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെൻസോഡൈൻ പോലുള്ള പേസ്റ്റുകളൊക്കെ ഡെന്റിസ്റ്റ് റെക്കമെൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താണ് ഡോക്ടർക്ക്? അതും വലിയൊരു തെറ്റിദ്ധാരണയാണ് കോമൺ പീപ്പിളിന്റെ ഇടയിലുള്ള. പേഷ്യൻസ് വന്നിട്ട് പറയാണ്ട്, ഡോക്ടർ ഞാൻ സെൻസോഡൈൻ ആണ് യൂസ് ചെയ്യണത്, അപ്പൊ ഇതിലും നല്ലൊരു പേസ്റ്റ് വേറെ ഇല്ല, അപ്പൊ അത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതാണ് അവര് ഭയങ്കര ഒരു ക്രെഡിറ്റ് പോലെയാണ് അത് പറയുക. പക്ഷെ സെൻസോഡൈൻ എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് പേസ്റ്റ് ആണ്, അതായത് ഒരു മെഡിക്കേറ്റഡ് പേസ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു പനി തലവേദന വരുമ്പോൾ ഒരു മെഡിസിൻ കൊടുക്കുന്ന പോലെ ഡെന്റിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യണ ഒരു മെഡിക്കേറ്റഡ് പേസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു പ്രമേഹം ഇല്ലാത്ത ആള് പ്രമേഹത്തിന് മരുന്ന് കഴിക്കണ പോലെയാണ്. അതുപോലെ നമ്മൾ ഒരുപാട് കാലം അത് യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് റെസിസ്റ്റന്റ് ആയി മാറുകയാണ്. അപ്പൊ ആഡ് കറക്റ്റ് ആണ്, ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ആരും അത് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുക ആ പേഷ്യന്റിന് അത് സെൻസിറ്റിവിറ്റി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളപ്പോൾ മാത്രമേ അത് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. പക്ഷെ അത് ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. അതും കുട്ടികളും വലിയവരും ഒരുപോലെ വീട്ടിൽ യൂസ് ചെയ്യും. പിന്നെ നമുക്കൊരു ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിന് റെസിസ്റ്റന്റ് ആവും. നമുക്കത് പിന്നെ ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കത് ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് കഴിയാതെ ചെയ്യണ പോലെ ഒരു എഫക്ട് വരും. അതുപോലെ വേറെ വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് പല്ലുവേദന അല്ലെങ്കിൽ പല്ലിന്റെ ഒരു ഡിഫക്റ്റ് എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം ആണ്
സെൻസിറ്റിവിറ്റി, അതായത് പുളിപ്പ് വരുന്നത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണവരായിരിക്കുമ്പം നമുക്ക് അങ്ങനത്തെ മൈൽഡ് സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ആ പല്ല് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, വേസ്റ്റ് സ്റ്റേജ് പെയിനിലേക്ക് എത്തുമ്പോഴാണ് അവർ പിന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക.